ജയരാജന്റെ മകൻ ജെയിൻ രാജിന്റെ നിരാശയും പുറത്തുവരികയാണ്. അതൃപ്തി പി ജയരാജന്റെ മകൻ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആയിട്ടിരിക്കുന്നു. അയോധ്യ വിധിക്ക് പിന്നാലെ 2019 എം സ്വരാജിന്റെ വിവാദമായ ഫേസ്ബുക്ക് പോസ്റ്റാണ് ജെയിൻ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കിയിരിക്കുന്നത്. TV പ്രസാദ് അതിന്റെ വിശദാംശങ്ങൾ കൂടി നൽകും. പ്രസാദ്, ഇപ്പോൾ എന്താണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ്? അത് സ്വരാജിന്റെ പോസ്റ്റ് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കുമ്പോൾ അതിൽ ഒരു വിവാദമുണ്ടാക്കേണ്ട കാര്യമില്ല എന്ന് വേണമെങ്കിൽ ന്യായീകരണം പറയാം. പക്ഷെ എന്താണ് ആ പോസ്റ്റ്? പക്ഷെ അങ്ങനെ ന്യായീകരിക്കാൻ കഴിയില്ല സ്മൃതി. കാരണം നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ 2019 എം സ്വരാജിൻ്റെ ആ പോസ്റ്റ് വിവാദമായിരുന്നു. വർത്തമാന കാലത്ത് മറ്റൊരു വിധി നിഷ്കളങ്കരെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ എന്നുള്ളതായിരുന്നു ആ കോടതി വിധിയുടെ പരാമർശത്തിൽ ആ എം സ്വരാജ് ഇട്ട പോസ്റ്റ്. ആ പോസ്റ്റ് എന്നുള്ളത് ആ സമയത്തെ വിധിയുടെ മാത്രമല്ല സ്വരാജ് പറയുന്നത്, അത് നേരിട്ട് പറയുന്നില്ലെങ്കിൽ പോലും, അതായത് കാലാകാലങ്ങളായി നടന്നു വരുന്നു എന്നുള്ള ഒരർത്ഥം ആ പോസ്റ്റിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 2025 2019 ഒരു പോസ്റ്റ് പി ജയരാജന്റെ മകൻ ജെയിൻ രാജ് ഇടാനുള്ള കാരണം. നമുക്കറിയാവുന്നതുപോലെ കണ്ണൂരിലെ രാഷ്ട്രീയ സംവിധാനത്തിൽ പിണറായി വിജയനേക്കാളും MV ഗോവിന്ദനേക്കാളും ആരാധകർ കൂടുതലുള്ള, പാർട്ടി പ്രവർത്തകരുടെ വലിയ പിന്തുണയുള്ള നേതാവാണ് പി ജയരാജൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. MV ഗോവിന്ദനും പിണറായി വിജയനും പി ജയരാജനും ഒരു പരിപാടിയിൽ പങ്കെടുത്താൽ ഏറ്റവും കൂടുതൽ മുദ്രാവാക്യം കിട്ടുന്നതും അതുപോലെ കയ്യടി കിട്ടുന്നതുമായ നേതാവ് പി ജയരാജനാണ്. അത് പിന്നീട് വ്യക്തിപൂജ ആരോപണം എന്ന നിലയിൽ വലിയ രീതിയിൽ ചെന്താരകമോ തുടങ്ങിയ പാട്ടുകളൊക്കെ വന്ന സമയത്ത് കടുത്ത അച്ചടക്ക നടപടി പി ജയരാജനെതിരെ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു. ഈ വിമർശനം ബ്രാഞ്ച് തലം വരെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ. അങ്ങനെ നേരത്തെ തന്നെ പി ജയരാജനെ പാർട്ടിയിൽ നിന്ന് ഒതുക്കാനുള്ള വലിയ നീക്കം പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. സ്മൃതി, നമുക്കറിയാം നേരത്തെ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിലെ സ്ഥാനാർത്ഥിയായി പി ജയരാജനെ നിശ്ചയിച്ചു. അന്ന് പി ജയരാജൻ CPIM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്. മറ്റ് ജില്ലകളിൽ മത്സരിച്ച ജില്ലാ സെക്രട്ടറിമാരെല്ലാം അവിടെ മത്സരിച്ച് പരാജയപ്പെട്ട് തിരിച്ചു വന്നപ്പോൾ അവർക്ക് ജില്ലാ സെക്രട്ടറി പദവി ഉണ്ടായിരുന്നു. ഉദാഹരണം, കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരുന്നു വി എൻ വാസവൻ മത്സരിച്ച് തോറ്റു തിരിച്ചു വന്ന് വീണ്ടും ജില്ലാ സെക്രട്ടറിയായി തുടരാൻ കഴിഞ്ഞു. പക്ഷേ പി ജയരാജൻ വടകരയിൽ തോറ്റു തിരിച്ചു വന്നപ്പോൾ അവിടേക്ക് MV ജയരാജൻ വന്നിരുന്നു. അത് തന്നെ ഒരു സൂചനയായിരുന്നു. പിന്നീട് നേരത്തെ കൊടുത്ത പദവിയാണ് അദ്ദേഹത്തിന് നൽകിയത്.